അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായ മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചരിത്രങ്ങൾ ധാരാളമുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുള്ളതായ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ എല്ലാവരെയും മുസീബത്തുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഇന്നല്ലാഹു അസ്സ വജല്ല ഇഫ്തറ അലാ ബനി ഇസ്രായീൽ സൗമ യൗമ ഫി സനതി യൗമ അസ്റാ. മുൻഗാമികളായ മനുഷ്യന്മാർക്ക് മുഴുവനും മുഹറം മാസത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നു. ഇന്ന് നമുക്ക് നോമ്പ് സുന്നത്താണെങ്കിൽ അന്നത്തെ കാലത്തിലുള്ളവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു. മുഹറം മാസത്തിലെ നോമ്പ് അത്രത്തോളം പവിത്രതയുള്ള മാസമാണ്. അല്ലാഹുവേ, നോമ്പിന് വല്ലാത്ത പ്രത്യേകതയാണ് അവിടുന്ന് കൊടുത്തത്. ഒരുപാട് സംഭവങ്ങളാണ് പരിശുദ്ധമായ മുഹറം മാസത്തിൽ അവിടുന്ന് നടന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു തആല തൗബ സ്വീകരിച്ച മാസമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഹറം 10 വല്ലാത്ത പവിത്രതയുള്ള ദിവസമാണ്, മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചു. ഒന്നും രണ്ടുമല്ല, 300 വർഷക്കാലമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബയ്ക്ക് വേണ്ടി ഓടി നടന്നത്. ഈ ഭൂമി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തൗബയുമായി ഓടി നടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശുറായിന്റെ ദിവസമാണ്, മുഹറം 10. മാത്രമല്ല, അടുത്ത പ്രതിഫലം എന്താണെന്നറിയുമോ? വഹുവൽ യൗമല്ലദീ റഫഅ അല്ലാഹു ഫീ ഇദ്രീസ മകാനൻ ആലിയാ. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉന്നതമായ സ്ഥാനം കൊടുത്തുകൊണ്ട് അലങ്കരിച്ചത് ഈ മുഹറം മാസത്തിലാണ്, മുഹറത്തിന്റെ 10ലാണ്. മാത്രമല്ല, വഹുവൽ യൗമല്ലദീ നജാ ഫീ ഇബ്രാഹീമ മിനന്നാർ. നരകത്ത് അല്ലാഹുവേ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്, തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10ലാണ്. നമ്മളെല്ലാവരും കേട്ടുകൊണ്ട് അത്ഭുതപ്പെടുന്ന ഒരു ചരിത്രമാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് അതാ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആകാശം മുഴുവൻ നിൽക്കുന്നതായ തീയാണ്. മുകളിൽ കൂടി ഒരു പറവ പറന്നുപോയി കഴിഞ്ഞാൽ പറവ പോലും കത്തിച്ചാമ്പലായിക്കൊണ്ട് ആ തീ കുണ്ടാരത്തിലേക്ക് വീഴുന്ന രൂപത്തിലുള്ള വലിയൊരു മല പോലുള്ള തീ കുണ്ടാരമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി തയ്യാറാക്കിയത്. ആ തീ കുണ്ടാരത്തിലേക്ക് അതാ വലിച്ചെറിയപ്പെടുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി രക്ഷ നേടിയിട്ട് അല്ലാഹു തആല തീയോട് പറഞ്ഞത്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. തീയോട് അല്ലാഹു തആല പറയാണ്, ഇബ്രാഹീമിന് നീ തണുപ്പും രക്ഷയുമാകണേ തീയേ. തീയോട് അല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്. അല്ലാഹു തആല അങ്ങനെ രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിൽ തന്നെ, മുഹറം 10ലാണ്. അവിടുന്ന് കഴിഞ്ഞു പോയില്ല, ഇനിയുമുണ്ട്. അല്ലാഹുവേ, കപ്പലിലതാ നങ്കൂരമിട്ടത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതായ കപ്പൽ അവിടുന്ന് നങ്കൂരമിട്ടത് മുഹറം 10ലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ തൗറാത്തിനെ ഇറക്കി കൊടുത്തത് മുഹറം 10ലാണ്. അല്ലാഹുവേ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10ലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് മുഹറം 10ലാണ്. യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ചയെ മടക്കി കൊടുത്തത് ഈ മുഹറം 10ലാണ്.
ഈ മുഹറം 10-ലാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതായ കാഴ്ചയെ തിരിച്ചു കൊടുത്തത്. എന്റെ ഖമീസുമായിട്ട് എന്റെ പിതാവിന്റെ മുന്നിലേക്ക് പോകൂ. എന്നിട്ട് അവരുടേതായ മുഖത്തേക്ക് ഈ ഖമീസിനെ ഇട്ടുകൊടുക്കൂ. അവിടുന്ന് കാഴ്ച വരുമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളോട് അവിടുന്ന് പറയുമ്പോ അതുമായിട്ട് വന്ന് പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ മുഖത്തേക്ക് തന്റെ ഖമീസ് കൊണ്ടങ്ങോട്ട് തടകിയപ്പോൾ അവിടുന്ന് കാഴ്ച കിട്ടുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അതിപരിശുദ്ധമായ മുഹറം 10-ലാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതാണ് മുഹറം 10 എന്ന് പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബലായിനെ, മുസീബത്തിനെ, ഇടങ്ങേറിനെ, അതാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിടിപെട്ടിരിക്കുന്ന രോഗമുണ്ടല്ലോ, ആ രോഗത്തെ അല്ലാഹു തആല മാറ്റിക്കൊടുത്തത് പരിശുദ്ധമായ അശൂറായിന്റെ മുഹറം 10 ദിവസത്തിലാണ്. വല്ലാത്ത രോഗമായിരുന്നല്ലോ രോഗം. അല്ലാഹുവേ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം മുഴുവനും അവിടുന്ന് രോഗം പിടിക്കുകയാണ്. ശരീരത്ത് രോഗം പിടിച്ചുകൊണ്ട് എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊന്നും തിരിയാനും പിരിയാനും കഴിയാത്തൊരവസ്ഥയാണ്. ശരീരത്തിൽ കൂടി ചീഞ്ചനം പോലെ ഒഴുകി വരികയാണ്. എല്ലാവരും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം കണ്ടു. അവിടുത്തെ ശരീരത്തിൽ നിന്നടിക്കുന്നതായ മോശമായ വാസന കൊണ്ട് എല്ലാവരും അകന്നു പോകുമ്പോ അവിടുത്തെ മക്കളെ മരണപ്പെട്ടു പോവുകയാണ്, കുടുംബം നഷ്ടപ്പെട്ടു പോവുകയാണ്, ഭാര്യ പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ക്ഷമിച്ചു പിടിച്ചു നിൽക്കുകയാണ്. അവിടുന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലേക്ക് രോഗം പിടിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല, അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പറഞ്ഞു, വഇദ് അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ കരുണക്കടലാണല്ലോ റബ്ബേ, നീ വല്ലാതെ കൃപ ചൊരിയുന്നവനാണല്ലോ റബ്ബേ. അല്ലാഹുവേ, എന്നതായ രോഗം ബാധിച്ചുകൊണ്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, നീ വല്ലാതെ കൃപ ചൊരിയുന്നവനാണല്ലോ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയുമ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗത്തെ അവിടുന്ന് അല്ലാഹു തആല മാറ്റിക്കൊടുക്കുകയാണ്. അതും ഈ മുഹറം 10-ലാ. അത് ഈ മുഹറം 10-ന് അല്ലാഹു തആല മുഹറം 10-ന് കൊടുത്ത വലിയൊരു പ്രതിഫലമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബലാഇനെ മാറ്റിക്കൊടുത്തു. വലിയ പ്രതിഫലമല്ലേ? വലിയ മത്സ്യത്തിന്റെ പള്ളയിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10-ലാണ്. വഹുവൽ യൗമല്ലദീ വലഖല്ലാഹു ഫീഹിൽ ബഹറ ലിബനി ഇസ്രായേലുകാരുമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് സമുദ്രത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോ പിന്നിൽ കൂടി വരുന്നത് ഫിർഔനും അവിടുത്തെ സംഘമാണ്. 6 ലക്ഷത്തോളം വരുന്നതായ ഫിർഔന്റേതായ പട്ടാളക്കാരുമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും തന്റെ സമൂഹത്തെയും പിടിക്കാൻ വേണ്ടി വന്നപ്പോ അല്ലാഹു തആല അവിടുന്ന് രക്ഷപ്പെടുത്തിയത് സമുദ്രം പിളർത്തി കൊടുത്താണ്. അത് സംഭവിച്ചത് എപ്പോഴാണെന്ന് അറിയുമോ? ഈ മുഹറം 10-ലാണ്. അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമല്ലേ? അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമല്ലേ? വഹുവൽ യൗമല്ലദീ ഗഫറല്ലാഹു ലിമുഹമ്മദിൻ ദംബഹു മാ തഖദ്ദമ വമാ തഅഖറ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഅസൂമാക്കിയത് ഈ മുഹറം 10-ൽ തന്നെ. എത്രത്തോളം അത്ഭുതമാണ് മുഹറം 10 എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറഞ്ഞത്, ഒരാളെയും ഈ മുഹറം 10 നിങ്ങൾ ആക്രമിക്കാൻ പോകരുത്. അക്രമികൾക്കെല്ലാം വല്ലാത്ത പണി കിട്ടിയ മാസമാണ്, അക്രമികൾക്കെല്ലാം തിരിച്ചു പണി കിട്ടിയതായ ദിവസമാ മുഹറം 10 എന്നുള്ളത്. അതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ ആക്രമിക്കാൻ നിൽക്കരുത്.
ഒരാളെയും ആക്രമിക്കാൻ നിൽക്കരുത് മുഹറം മാസത്തിൽ. കാരണം മുഹറം മാസത്തിൽ എല്ലാ അക്രമികാരികൾക്കും, എല്ലാ സ്വേച്ഛാധിപതികൾക്കും, എല്ലാ അക്രമികൾക്കും വലിയ പണി കിട്ടിയ സമയമാണ്. വലിയ ശിക്ഷകൾ തിരിച്ചു കിട്ടിയ, അവര് ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടിയ ഒരു മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ ആക്രമിക്കില്ലേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, മൻ മസ്സഅലി, ആരെങ്കിലും തന്റെ കുടുംബത്തിന് വിശാലത നൽകുകയാണെങ്കിൽ ഔസഅല്ലാഹു ലഹു ഫി സായിരി സനതി, തന്റെ കുടുംബത്തിന് ആരെങ്കിലും ഒന്ന് വിശാലത നൽകുമ്പോ അവനക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? മറ്റെല്ലാ വർഷങ്ങളിലും അവന്റെ റിസ്ഖിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം മഹത്വമുള്ള, അത്രത്തോളം പവിത്രമായ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത്. അല്ലേ? എല്ലാരും കല്യാണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോ നമ്മൾ പറയാറുണ്ട്, ഓ മുഹറം കഴിയട്ടെ. മുഹറത്തെ പോലെ പവിത്രമായ ഒരു മാസം, വിശുദ്ധമായ റമദാനും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസം വളരെ പവിത്രമായ ഒരു മാസമാണ്. നമ്മൾ വിചാരിക്കുക നെഹസിന്റെ മാസമാണെന്നല്ല. അതത്രത്തോളം പവിത്രമായത് കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആ സമയങ്ങളിൽ ഉലമാക്കളും ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ വല്ലാതെ ഇബാദത്ത് ചെയ്തിരുന്നു. മുഹറം മാസത്തിൽ ഒരു വർഷത്തിന് തുടക്കം കൂടിയാണല്ലോ. നല്ലതുപോലെ ഇബാദത്ത് ചെയ്ത് 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവരൊക്കെ നോമ്പ് പിടിക്കുമായിരുന്നു 1 മുതൽ 10 വരെ. അതാണ് 10 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എടുക്കാം. ആ മുഹറം 10 കഴിയട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 1 മുതൽ 10 വരെ നോമ്പിലും ഇബാദത്തിലും ഒക്കെ വരും. ഇത്രത്തോളം പവിത്രമായ മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന അമ്മമാര്, സഹോദരിമാര്, സഹോദരാ, എടാ ചെറുപ്പക്കാരാ, നല്ലതുപോലെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ഇബാദത്തുകളിലേക്ക് വന്നു കൊണ്ടെടുക്കുക. തൗബ ചെയ്താ തൗബ സ്വീകരിക്കുന്ന മാസമാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹ് എന്റെ പാപങ്ങളെ പുറത്തു തരണേ അല്ലാഹ്. പുതിയൊരു വർഷമാണല്ലോ, നല്ലൊരു തുടക്കത്തിന്, നല്ലൊരു ജീവിതത്തിന്, നല്ലൊരു ആരംഭത്തിന് ആ മുഹറം മാസത്തിന്റെ ഈ വർഷത്തിന്റെ തുടക്കത്തില് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് നല്ലതുപോലെ ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കുന്ന മാസമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ന് ചോദിക്കാം, അല്ലാഹുവിനോട് നല്ലതുപോലെ ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മാസം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, റബ്ബേ എന്റെ ഈ വർഷം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.